ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, 2-3 ദിവസം കൂടുമ്പോഴാണ് വയറ്റിന്ന് പോകുന്നത്, ഇനി പോയാൽ തന്നെ മുഴുവനായിട്ടും പോകുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്, ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും മരുന്നല്ലാതെ വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈ മലബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മലബന്ധം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. മലബന്ധം നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് പൈൽസിലേക്കും ഫിഷറിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോയിൽ നമ്മൾ മലബന്ധത്തിനെ കുറിച്ചും മലബന്ധം വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിന് നമുക്ക് എന്തൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. മലബന്ധം വരാനുള്ള കാരണങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് അതിന് 5 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നത് കുറവ്. വെള്ളം കൂടി കുറവാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ മലം പുറത്തു പോകുന്നതിന് മുമ്പ് വൻകുടൽ വെച്ചിട്ടാണ് പോഷകങ്ങളും ജലവും എല്ലാം ആഗിരണം ചെയ്യുന്നത്. ഈ വെള്ളം കുറവാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ മലത്തിൽ നിന്ന് തന്നെ വൻകുടലിലേക്ക് വെള്ളം ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മലം കട്ടിയായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറവായി കഴിക്കുന്നതാണ്. നാരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മലം കുറച്ചും കൂടെ കട്ടിയില്ലാതെ സ്മൂത്തായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മലം പിടിച്ചു വെക്കുന്നതാണ്. ഇപ്പോൾ മലവിസർജന സമയത്ത് അത് പിടിച്ചു വെക്കുന്നത് മലബന്ധം കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമക്കുറവാണ്. നമ്മളൊരു നടത്തമോ അല്ലെങ്കിൽ നമ്മളൊരു ശാരീരികമായിട്ടുള്ള ചലനങ്ങളും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മലദ്വാരത്തിൻ്റെ പേശികളായിക്കോട്ടെ കുടലിനെ ആയിക്കോട്ടെ അതിൻ്റെ ചലനവും കൂടെ മന്ദഗതിയിലാക്കുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ടോയ്ലറ്റിലെ സിറ്റിംഗ് സ്റ്റൈലാണ്. ഇന്ത്യൻ ടോയ്ലറ്റിലെ സിറ്റിംഗ് രീതിയാവുമ്പോൾ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള പേശികൾ ഒന്നും കൂടെ വലിച്ചു നിർത്താനും അതുവഴി മലം സ്മൂത്തായിട്ട് പോകാനും അത് കാരണമാവുന്നുണ്ട്. നേരെ മറിച്ച് വെസ്റ്റേൺ ടോയ്ലറ്റിലെ രീതിയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം പേശി വലിവ് അവിടെ ഉണ്ടാവുന്നില്ല. മലബന്ധം എന്നത് തെറ്റായ ഭക്ഷണക്രമങ്ങൾ കൊണ്ടും തെറ്റായ ജീവിതശൈലി കൊണ്ടും വരാവുന്ന ഒരു കാര്യമാണ്. ഇതിന് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. പഴവർഗ്ഗങ്ങൾ നോക്കുകയാണെങ്കിൽ പപ്പായ, ഏത്തപ്പഴം, അതേപോലെ പേരയ്ക്ക കുരുവോടെ കഴിക്കുക, ആപ്പിൾ തൊലിയോടെ കഴിക്കുക. അതേപോലെ പച്ചക്കറികളാണെങ്കിൽ മുരിങ്ങ, ചീര, അങ്ങനത്തെ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക. ഇനി ധാന്യങ്ങളാണെന്നുണ്ടെങ്കിൽ തവിടുള്ള അരി, ഗോതമ്പ് അങ്ങനത്തതൊക്കെ കഴിക്കുന്നത് ഫൈബർ കണ്ടൻറ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് ദഹനം കുറച്ചും കൂടെ എളുപ്പമാകാനും മലം ഭയങ്കര സ്മൂത്തായിട്ട് പോകാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ദിവസവും രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ദഹനം കുറച്ചും കൂടെ എളുപ്പമാക്കാനും മലം കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു 5-6 ഉണക്കമുന്തിരി രാത്രി കിടക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ആ വെള്ളത്തോട് കഴിക്കുന്നത് നല്ലതാണ്. ഇനി അല്ലെങ്കിൽ രാത്രിയിൽ പാലിൽ ചേർത്ത് ഉണക്കമുന്തിരി കഴിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെയ്യ് ഒരു ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കലർത്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിക്കുന്നതും മലം കുറച്ചും കൂടെ സ്മൂത്തായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് മലബന്ധം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണ ഒരിത്തിരി പാലിൽ ചേർത്ത് കിടക്കുന്നതിന് മുന്നേ കഴിക്കുന്നത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി മലബന്ധം എന്നുള്ളത് ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അത് പൈൽസ് പോലുള്ള അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ഫിഷർ പോലുള്ള അസുഖങ്ങളിലേക്ക് മാറുന്നുണ്ട്. ഈ മലബന്ധം സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ മുക്കി പോകുന്ന സമയത്ത് ഈ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള റെക്ടൽ വെയിനിൽ ഒരു കംപ്രഷൻ ഉണ്ടാവുകയും അതുമൂലം തടിപ്പുകൾ പോലെ വീർത്ത് വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത്. ഫിഷറും അതേപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ വിള്ളലുകൾ, മുറിവുകൾ പോലത്തെ ഒരവസ്ഥയാണ്. ഈ മലബന്ധം സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ 2 അസുഖങ്ങളും കണ്ടുവരുന്നത്. ഇനി എപ്പോഴാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടത്? മലം പോകുന്ന സമയത്ത് മലത്തിൻ്റെ കൂടെ രക്തം വരിക, മലം വളരെ കട്ടിയായിട്ടും വളരെ ഡ്രൈ ആയിട്ട് വളരെ കറുത്ത നിറത്തോടെ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ
ഒരു 2-3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മലം പോവാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് മലം വരുന്നത്, ഇനി മലം പോയാൽ തന്നെ കറക്റ്റായിട്ട് മുഴുവനായിട്ടും പോകുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിരിക്കണം. നമ്മളിവിടെ ജർമ്മൻ പൊട്ടനേച്ചർ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതെ ഒരുപാട് പേഷ്യൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ നിങ്ങളോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള മരുന്നുകളാണ് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഈ പ്രശ്നത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.